ആത്മാവിൻ്റെ നിറവ്, വചനത്തിൻ്റെ നിറവ്. ലക്ഷണം എന്താണ്? 5-ാം അധ്യായം എഫെസ്യ ലേഖനം 19-ാം വാക്യത്തിൻ്റെ അകത്ത് സ്തോത്രം. 1, അവന് സന്തോഷം, ആനന്ദമുണ്ട്. 2, അവന് നന്ദിയുണ്ട്, സ്തോത്രം ചെയ്യും. 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവൻ സബ്മിസീവാണ്, ദൈവം വച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടാണ്. സ്തോത്രം. 3 കൂട്ടം കാര്യങ്ങൾ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ നിറവും വചനത്തിൻ്റെ നിറവും ഉണ്ടെങ്കിൽ അവന് സന്തോഷമുള്ളവനായിരിക്കും. പാട്ട് പാടുന്നത് എപ്പോഴാണ്? സന്തോഷമുള്ളപ്പോഴാണ്. ഹല്ലേലൂയ. അവിടെ നന്ദിയോടെ കർത്താവിന് പാടി, അല്ലേ? സ്തോത്രം. നന്ദിയുള്ളവനായിരിക്കും. 3, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവനായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോ യോസേഫിന്റെ ജീവിതത്തിൽ അവന്റെ സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ടെങ്കിലും ദൈവം അവനെ ഫലപ്രദമായ വൃക്ഷമാക്കി മാറ്റി. ആമേൻ. സ്തോത്രം. അവനെ ആ സ്വപ്നത്തിൻ പ്രകാരം വളർത്തുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ അവനെ ആദ്യം കൊണ്ടിട്ടത് കുഴിയില്ല. സ്തോത്രം. ആദ്യം കൊണ്ടിട്ടത് കുഴിയില്ല. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞതാ. സ്തോത്രം. ഒരു വൃക്ഷം ആയി തീരണമെങ്കിൽ അതൊരു ചെടിയായിരിക്കണം. ഒരു ചെടിയാകണമെങ്കിൽ ഒരു വിത്തുണ്ടായിരിക്കണം. ആ വിത്ത് ചെടിയാകണമെങ്കിൽ വിത്ത് കുഴിയിൽ പോയേ പറ്റത്തുള്ളൂ. അത് തുടക്കമായിരുന്നു. സ്തോത്രം. ആ കുഴിയിൽ നിന്ന് അവനെ തീർക്കാനാണ് നോക്കിയത്. കുഴിയിൽ തീർന്നില്ല, അവിടെ നിന്ന് കയറ്റി. എപ്പോഴാണ് കയറ്റിയത്? ദൈവം മിസ്രൈമ്യ കച്ചവടക്കാരെ റൂട്ട് മാറ്റി അതിലെ വിട്ടു. സ്തോത്രം. ആലോചിച്ച് നോക്കി. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എത്ര പേർ എന്നോട് ചേർന്നത് വിശ്വസിക്കുന്നുണ്ട്?